2014 സമാനമായിട്ടുള്ള സസ്പെൻസ് നിലനിർത്തിയായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ജയം. തീരദേശം തുണച്ചു തന്നെയായിരുന്നു ഇത്തവണയും UDFന്റെ വിജയഘടകമായി മാറിയത്. അനന്തപുരിയിൽ അപരാജിതനാണ് ശശി തരൂർ. തുടർച്ചയായ 4ാം വട്ടവും അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഒറ്റനോട്ടത്തിൽ നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ട് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ 2014ന്റെ ഒരു ആവർത്തനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അന്ന് ഒ രാജഗോപാൽ ഏതാണ്ട് 15,000 വോട്ടിനാണ് ശശി തരൂരിനോട് പരാജയപ്പെട്ടത്. അതേ വോട്ട് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. BJP ക്യാമ്പിന്റെ കണക്കുകൂട്ടലുകൾ വിജയിക്കും എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അവർ ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി പരിചിതമാകുമായിരുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ BJP സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. തൃശൂരിലെ മിന്നുന്ന വിജയം മാത്രമല്ല, തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ 2ാം സ്ഥാനത്തേക്ക്, അതായത് ഒരിടത്ത് പോലും 3ാമതേക്ക് BJP പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. LDFന്റെ സാഹചര്യം പരിശോധിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും 3ാമതേക്ക് പോകുന്ന ഒരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കാൻ കഴിയുമെന്ന് BJP നേതൃത്വം പറയുന്നത്. LDFനെ സംബന്ധിച്ച് അവർ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം തുടർച്ചയായി തിരുവനന്തപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥികൾ പിന്നാക്കം പോകുന്ന 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ്. LDF വളരെ ഗൌരവമായി ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊന്നാണ്. കോവളത്ത് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം, ഒരു സീറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തിരുവനന്തപുരത്തും LDFന്റെ സാഹചര്യം പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ ഗൌരവത്തിലുള്ള ചിന്ത LDF നടത്തേണ്ടതുണ്ട്. ബി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.